ഹായ്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു യാത്രയെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ് അക്കോമഡേഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൂന്നാർ യാത്ര പോകുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെ എങ്ങനെയുള്ള റൂം എടുക്കണം, എന്ത് ബഡ്ജറ്റിലുള്ള എടുക്കണം എന്നാണ്. ഇതേപോലെ തന്നെ ക്ലബ് ട്രാവലറ്റും ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അക്കോമഡേഷൻ പാർട്ടിന് വേണ്ടിയിട്ടാണ്. ഈ അക്കോമഡേഷൻ പാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ സ്വന്തമായി കുറച്ച് റിസോർട്ടുകൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഇനീഷ്യൽ പ്രൊജക്റ്റായ എലിഫൻറ്റ് കോറിഡോർ എന്നൊരു പ്രൊജക്റ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കാന്തല്ലൂരാണ് ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ഞങ്ങൾ ആ റിസോർട്ട് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവരുന്നത്. 40% ഷെയർ കമ്പനി ഹോൾഡ് ചെയ്യുകയും ബാക്കി വരുന്ന 60% ഔട്ട്റൈറ്റ് പാർട്ട്നേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ മുടക്കിയാൽ ഏതൊരാൾക്കും ഒരു റിസോർട്ടിൻ്റെ പാർട്ട്ണർ ആവാം. അതിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. ഞങ്ങളുടെ കമ്പനിയുടെ എലിഫൻറ്റ് കോറിഡോർ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ചെയ്യുന്നത് മിസ്റ്റർ ശ്രീജിത്താണ്. ശ്രീജിത്തിനെ പറ്റി വളരെ എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ്. ഈ ഇൻഡസ്ട്രിയിലും ഈ ഫ്ലാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം സെയിൽസിനോടൊപ്പം ലീഗൽ ഡോക്യുമെൻസും എല്ലാം ഹാൻഡിൽ ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ശ്രീജിത്ത് എലിഫൻറ്റ് കോറിഡോറിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. കാന്തല്ലൂരിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. കാന്തല്ലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അപ്കമിങ് ഡെസ്റ്റിനേഷൻ, അതായത് വരുന്ന ഒരു 5-8 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നായിരിക്കും കാന്തല്ലൂർ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ മുഴുവൻ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ട്രെക്കിംഗ്, വെള്ളച്ചാട്ടത്തിലുള്ള ഇത് അതുകൊണ്ട് തന്നെ മൂന്നാർ ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്. കാര്യം മൂന്നാറിന് ഒരു ടീ പ്ലാന്റേഷൻ്റെ ഒരു ഭംഗി മാത്രമേ മൂന്നാറിനുള്ളൂ. പക്ഷെ കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. കാന്തല്ലൂർ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ലൈക്ക് വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും ഫാം ഹൗസുകളാണെങ്കിലും, അതായത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന തോട്ടങ്ങളാണെങ്കിലും, ഓഫ് റോഡ്സ് പോകാനാണെങ്കിൽ 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് റോഡ്സ് പോകാനുള്ള ഏരിയാസും, പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമയായ ഭ്രമരം സിനിമയിൽ മോഹൻലാൽ നടത്തുന്ന ഒരു റാഷ് ഡ്രൈവ് നടത്തുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഭ്രമരം പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഇതായിട്ടുള്ള ഒരു ഏരിയയാണ്. ശാന്തമായിട്ടും മനുഷ്യൻ്റെ മൈൻഡ് കൂളാക്കുന്നതുമായിട്ടുള്ള ഏരിയകളാണ്. പിന്നെ കാന്തല്ലൂരിനെ കുറിച്ച് പറയുമ്പോൾ കാന്തല്ലൂർ ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനും കൂടിയാണ്. അവിടെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത്. കാന്തല്ലൂരിൽ നമുക്ക് പറയുമ്പോൾ കാന്തല്ലൂർ ലാസ്റ്റ് ഇയറിൽ ഗോൾഡൻ വില്ലേജ് അവാർഡ് കിട്ടിയ ഒരു പഞ്ചായത്താണ് കാന്തല്ലൂർ വരുന്നത്. പിന്നെ കേരളത്തിൽ തന്നെ, അതായത് സൗത്ത് ഇന്ത്യയിലെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന, കേരളത്തിൽ തന്നെ ആപ്പിൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. കാശ്മീർ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി കുങ്കുമപ്പൂവ് ഉണ്ടായ ഒരു സ്ഥലം കാന്തല്ലൂരാണ്. അങ്ങനെ കാന്തല്ലൂരിന് കുറേ അധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ശ്രീജിത്ത്, നമ്മൾ കാന്തല്ലൂർ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ മെയിൻ കാരണം, കാന്തല്ലൂർ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ബൂമിങ് വരുന്ന ഒരു കേസാണ്. രണ്ടാമതുള്ളൊരു കാരണം എന്തായിരിക്കും, അവിടെ കുറച്ചും കൂടി നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച്, പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ഇപ്പോൾ 1 ലക്ഷം രൂപ മുടക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ റൂം റവന്യൂവിൻ്റെ 40% ഡിവിഡൻറ്റും പ്ലസ് ഇയർലി കോംപ്ലിമെൻ്ററി സ്റ്റേസും. 1 ലക്ഷം രൂപ മുടക്കുന്ന ആൾക്ക് 2 കോംപ്ലിമെൻ്ററി സ്റ്റേയുമാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ 50% ഓഫേഴ്സ്, അതായത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ക്ലബ് ട്രാവലറ്റിൻ്റെ ഒരു വാലറ്റ് നമ്മൾ ലൈഫ് ലോങ് ഫ്രീ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ അതിലേക്ക് നമ്മളൊരു എമൗണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ക്ലബ് ട്രാവലറ്റിൻ്റെ ഇതിലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ പാക്കേജസ് പോകാനോ ഒക്കെ ആയിട്ട് ആ എമൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത്, ഇതിൽ ഈ കോംപ്ലിമെൻ്ററി സ്റ്റേസ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ കാന്തല്ലൂർ പോവില്ല. അപ്പോൾ ആ കോംപ്ലിമെൻ്ററി സ്റ്റേസ് നമുക്ക് വേണമെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് റെൻ്റ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് കമ്പനീനെ അറിയിച്ച് കമ്പനി ത്രൂ അത് റെൻ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ഒരു ചെറിയ കമ്മീഷൻ പെർസെൻറ്റേജ് ഉണ്ട്. അത് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റവന്യൂ കിട്ടുന്നത്. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 22 to 33%
നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയ്ക്ക് ഒരു വരുമാനമായിട്ട് കിട്ടുന്നതായിരിക്കും ഇതിലെടുക്കുന്ന ഓരോ പാർട്ട്നേഴ്സിനും. നമ്മൾ പ്യൂർലി പാർട്ണർഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Merry Christmas and Happy New Year!